ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 74 ശ്ലോകം 7-8. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 7. യേഷ്യാമീതി വിമുക്തയാ വിമഗമൻ ആരോപദാത്യാതയാം ദൂരാകാദരയാ നിരീക്ഷിതഗതിസ്ത്വം പ്രാവിശോ ഗോപുരം ആഘോഷാനുമിതത്വന്നാഗമ മഹാഹർഷോല്ലളം ദേവകീം വക്ഷോജപ്രകളൻ പയോരസമിഷാത്വൻ കീർത്തിരന്തർഗതാം. അന്വയം. അർത്ഥം: ഭഗവൻ, അല്ലയോ മഹാത്മൻ, ഏഷ്യാമി, ഞാൻ വരുന്നു, ഇതി എന്നിപ്രകാരം, വിമുക്തയാ അഭി, മോചിക്കപ്പെട്ടവളെങ്കിലും, കാതരയാ, ദുഃഖിതയായ, ആലേപദാത്യ, കുറിക്കൂട്ട് തരുന്നവളും ആയ, തയാ, അവളാൽ, ദൂരാൻ, ദൂരനോട്ടം ചെല്ലുന്നിടം വരെ, നിരീക്ഷിതഗതി, നോക്കപ്പെടുന്ന യാത്രയോടുകൂടിയവനായി, ത്വം, അങ്ങേ, ഗോപുരം, പ്രവേശ കവാടത്തെ, പ്രവേശിച്ചു, ത്വത്കീർത്തി, അങ്ങയുടെ കീർത്തി, ആഘോഷ മിതത്വദാഗമ മഹാഹർഷോല്ലളം ദേവകീ വക്ഷോജ പ്രകലൻ പയോരസമിഷാൻ, അങ്ങയുടെ വരവിൽ ജനങ്ങളുടെ ശബ്ദകോലാഹലം കൊണ്ട് വലുതായ സന്തോഷത്താൽ മനസ്സിളകിയ ദേവകിയുടെ മാറിടത്തിൽ നിന്ന് ഒഴുകുന്ന പാലാകുന്ന രസമെന്ന വ്യാജേന അന്തർഗത, അങ്ങ് എത്തുന്നതിന് മുമ്പേ അകത്ത് ചെന്നെത്തി. ഹരിവും. സാരം: അനുരക്തയായ ത്രിവക്ര ഭഗവാനെ ഗൃഹത്തിലേക്ക് ക്ഷണിച്ചെങ്കിലും തനിക്ക് അവിടെ ചെയ്യാനുള്ള ചുമതല നിർവഹിച്ചിട്ടാകാമെന്ന് പറയുകയും അവൾക്ക് ശാരീരികവും ആത്മീയവുമായ മുക്തി നൽകി പറഞ്ഞയക്കുകയും ചെയ്തു. എങ്കിലും വിരഹ ദുഃഖത്താൽ അവൾ ഭഗവാന്റെ ഗതി നോക്കി തന്നെ അവിടെ നിലകൊണ്ടു. പുറത്ത് ജനഘോഷം കേട്ട് കൃഷ്ണൻ വരുന്നുണ്ടെന്ന് ഊഹിച്ച് ദേവകിക്ക് വാത്സല്യം കൊണ്ട് മുലപ്പാൽ ചൊരിഞ്ഞു. ഭഗവാന്റെ കീർത്തി ദേവകി പയോധരരസം എന്ന വ്യാജേന ഭഗവാൻ രാജധാനിക്കുള്ളിൽ കടക്കുന്നതിന് മുമ്പ് തന്നെ ഗോപുരം കടന്നു എന്ന് കവിയുടെ മനോഹരമായ ഭാവന. ഹരിവും. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 8. ആവിഷ്ടോ നഗരീം മഹോത്സവപദീം കോദണ്ഡശാലാമൃജൻ മാധുര്യേണനു തേജസാനുപുരുഷൈ ദൂരേണ ദത്താന്തരാം സ്രഗ്ഭിർഭൂഷിതമർച്ചിതം വരം ധനുർമാമേതി വാദാത്മുര പ്രാഗൃഹണാ സമരോപയാകില സമാക്രാക്ഷീർ അഭാംക്ഷീർ അവീ. അന്വയം. അർത്ഥം: മഹോത്സവപതിയും ധനുർയാഗത്തിൻ്റെ അഥവാ ധനുർയാഗമെന്ന വലിയ ഉത്സവത്തോടു കൂടിയ നഗരിയും മധുരാ നഗരത്തെ ആവിഷ്ട പ്രവേശിച്ച് മാധുര്യേണ അനു, അങ്ങയുടെ സൗന്ദര്യ അതിശയം കൊണ്ടോ തേജസ് കൊണ്ടോ പുരുഷൈ, വഴിയാത്രക്കാരും കാവൽ നിൽക്കുന്നവരും മറ്റുമായ ജനങ്ങളാൽ ദൂരേണ, ദൂരത്ത് വെച്ച് തന്നെ, ദത്താന്തര, വഴി മാറിക്കൊടുക്കപ്പെട്ടവനായി, കോദണ്ഡശാല, വില്ലു വച്ചിരിക്കുന്ന ഗൃഹത്തെ പ്രാപിച്ചവനായി, സൃഗ്ഭി, മാലകളാൽ, ഭൂഷിതം, അഹങ്കരിക്കപ്പെട്ടതും, അർച്ചിതം, പൂജിക്കപ്പെട്ടതുമായ, വരധനു, ശ്രേഷ്ഠമായ വില്ലിനെ, മാ, അരുതേ, എടുക്കരുത് എന്നിപ്രകാരം, വാദാത്പുര, കാവൽക്കാർ പറയുന്നതിന് മുമ്പ് തന്നെ, പ്രാഗൃഹണ, അങ്ങ് കൈകൊണ്ട് എടുത്തു, സമരോപയ, കുലച്ചു, സമാക്രാക്ഷിയും വലിച്ചു,
അപാംക്ഷിയും അഭിമുറിക്കുകയും ചെയ്തു. ഹരിവും സാരം ധനുർയജ്ഞം നടക്കുന്ന മധുരാപുരിയിൽ ഉത്സവത്തിമിർപ്പോടുകൂടി നടക്കുന്ന ആളുകളും കാവൽക്കാരും ഭഗവാന്റെ ശരീര സുഷമയും തേജസ്സും കണ്ട് ദൂരത്ത് വെച്ച് തന്നെ വഴിമാറിക്കൊടുത്തു. ഭഗവാൻ കൂട്ടരൊന്നിച്ച് നഗരത്തിൽ പ്രവേശിച്ച് കോദണ്ഡശാലയിൽ വേഗം എത്തി. കാവൽക്കാർ തുടരുത് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ വില്ലെടുത്ത് ഞാൻ ചേർത്ത് വലിച്ചു വിട്ടു. വില്ല് പൊട്ടിച്ചു. ഹരിവും